നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വാറിനെ കുറിച്ചുള്ള ഒരു ഒരു വിശകലനമാണ്. എന്താണ് ഇപ്പോഴത്തെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഇറാനുമായി അടിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ആൾറെഡി രംഗത്തുണ്ട്. ഇറാനെ ഒന്ന് തേച്ച് മിനുക്കിയിട്ടേ നിൽക്കൂ എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഒരു 10-18 മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ചെന്നു എന്നുള്ള വാർത്തയും നമ്മൾക്ക് അറിയാനിടയായി. പക്ഷേ നമ്മളതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇതിനെതിരെ ഇറാൻ അയച്ച മിസൈലുകളൊന്നും തന്നെ ഇസ്രായേലിന് ആന്തരികമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ബാഹ്യമായിട്ട് അത് പലവിധ സെക്ടറിൽ ചെന്ന് പതിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യുകയും വേണം. പക്ഷേ വലിയ വലിയ മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണമെന്നില്ല. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എങ്കിൽ പോലും ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് യാതൊരുവിധ ചിന്തയുമില്ല. ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ്റെ അനൗദ്യോഗികമായിട്ടുള്ള ചില ഭൂപരിഷ്കൃതമായിട്ട് അതിർത്തികളൊന്നുമില്ലാതെ കിടക്കുന്ന ചില ഭൂപ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കണം എന്ന് ഇസ്രായേലിന് ആഗ്രഹമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതിന് ലോകവ്യാപകമായ ചില രാജ്യങ്ങളുടെ മൗന അനുവാദവുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇറാനുമായിട്ട് ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ട്. ഈ ക്രൂഡ് ഓയിൽ, എണ്ണ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയുമല്ല, ഇറാനിൽ നമ്മൾക്ക് വ്യക്തമായ ഇൻവെസ്റ്റ്മെൻറ്റുമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 3 പടക്കപ്പലുകൾ ഇറാനിലേക്ക് അയച്ചിട്ടുള്ളത്. ഇവിടെ സംശയകരമായ ഒരു സാഹചര്യത്തിൽ ആളുകൾ പറയുക, ഇറാനോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇന്ത്യ പോയി. സംഗതി ശരിയായിരിക്കാം, അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ നിൽക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് അതിൻ്റെ. പക്ഷേ ഇവിടെ തന്നെ നമ്മൾ ഇസ്രായേലിലേക്കും നമ്മുടെ പട്ടാളക്കാരെ അയച്ചിട്ടുമുണ്ട്. ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു തമാശയായി തോന്നുമെങ്കിലും നമുക്കങ്ങനെ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. നമ്മളെ പടക്കപ്പലുകൾ പോയത് നമ്മുടെ കപ്പലുകളെ ഹൂതി വിമതരിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൂതി വിമതർ എന്ന് പറയുമ്പോൾ അവർക്ക് ആകെപ്പാടെ പകയാണ്. അതായത് അമേരിക്കയുടെ കപ്പൽ കിട്ടിയാലും അവർ തവിട് പൊടിയാക്കും, ഇന്ത്യയുടെ കപ്പൽ കിട്ടിയാലും നാമാവശേഷമാക്കും, റഷ്യൻ്റെ കിട്ടിയാലും തവിട് പൊടിയാക്കും എന്ന് വേണ്ട. അത് ഏത് രാജ്യത്തിൻ്റെ തന്നെ ആയാലും ശരി, അവരുടെ കയ്യിൽ കിട്ടിയാൽ തവിട് പൊടിയാക്കും എന്നുള്ളതാണ് ഇതുവരെയും അവരുടെ പക്കൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പം മനസ്സിലായില്ലേ? അത് കടിക്കുന്ന നായ പോലെ തന്നെയാണത്. കുരക്കുക മാത്രമല്ല ചെയ്യുന്നത്, കടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് 3 പടക്കപ്പലുകൾ നമ്മൾ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നങ്കൂരമിട്ടുകൊണ്ട് നമ്മുടെ അധീനതയിലുള്ള കടലിടുക്കുകൾ നമ്മൾ സംരക്ഷിക്കും എന്നാണ് ഈ നീക്കത്തിനർത്ഥം. അല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊരു വലിയൊരു സൈന്യത്തെ ഇറാൻ്റെ രക്ഷയ്ക്ക് നമുക്ക് അയക്കാൻ അങ്ങനെ ഒരു നിർവാഹമില്ല. കാരണം ഇറാൻ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ നീങ്ങേണ്ടി വരും എന്ന് ഇസ്രായേലിനെ ബോധിപ്പിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. അപ്പോൾ സത്യത്തിലൊരു യുദ്ധം എന്നുള്ളതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല എന്നുള്ളൊരു സൂചന നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ നീക്കത്തിൽ നിന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് പിന്നിലുള്ള രഹസ്യം. ഇപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം, ഇസ്രായേലൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്തായിരിക്കും ഈ നീക്കത്തിൻ്റെ പിന്നിൽ, അപ്പം നമ്മുടെ കൂടെ ഇന്ത്യ നിൽക്കുന്നില്ലേ എന്നൊരു സംശയം അവർക്കുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ഈ 2 രാജ്യവും തുല്യമായ ഒരു വ്യക്തമായ രൂപത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ റഷ്യയുടെ യുദ്ധ സെക്ടറൊക്കെ സന്ദർശിച്ചു.
അവിടെ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അതൊക്കെ ഒന്ന് നിർത്തലാക്കിയല്ലേ നല്ലത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ ഒരു മെത്തേഡിൽ മാത്രമേ ഈ കാര്യത്തിലേക്ക് നമ്മുടെ മറ്റേ സർക്കാരിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തമായ തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മുടെ കപ്പൽ പോയിരിക്കുന്നത് നമ്മുടെ തന്നെ രക്ഷക്കായിരിക്കും. അതായത് ഇത്തരം ഈ മറ്റേ മിലിഷ്യകളിൽ നിന്നുള്ള ആക്രമണത്തിൽ നമ്മുടെ കപ്പലുകൾ ട്രേഡ് നടത്തുന്ന കപ്പലുകളെ സംരക്ഷിക്കാൻ കൂടിയാണിത്. അഥവാ ഈ കപ്പലിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇത് വ്യക്തമാക്കേണ്ട യാതൊരു ബാധ്യതയും ഇന്ത്യക്കില്ലതാണ്. വെറും കപ്പലാണോ ഇത്, അതോ ഇത് യുദ്ധസാമഗ്രികളോട് കൂടിയിട്ട് ചെന്നിരിക്കുന്ന കപ്പലാണോ, എന്തായിരിക്കും ഇതിൻ്റെ ഈ പർപ്പസ് എന്ന് വ്യക്തമാക്കേണ്ട യാതൊരു ചുമതലയുമില്ല. കാരണം അത് നമ്മുടെ മറ്റേ ഇൻഡിപെൻഡൻറ്റ് ചിന്തയാണ്. അതായത് നമ്മൾ പുറം ലോകത്ത് ഒരാളുടെ ആശ്രയത്വത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പലരും പലതുമാണ് പറയുന്നത്, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. 3 പടക്കപ്പലുകൾ അയക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മളവിടെ ചെന്നിരിക്കുന്നു, നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിക്കപ്പെട്ടിരിക്കുന്നു, ലോകം ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നീയിരിക്കുന്നു, സൂക്ഷിക്കണം കേട്ടോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറാനെ സംരക്ഷിച്ചുകൊണ്ട് ഇറാന് എല്ലാവിധ പ്രൊട്ടക്ഷൻ നൽകുക എന്നല്ല ഇതിനർത്ഥം. പക്ഷേ വേണ്ടി വന്നാൽ പല രീതിക്കും അത് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക പോലും അറിയേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ നീക്കത്തിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് പടക്കപ്പലുകൾ നമ്മൾ ഇന്ത്യ പറഞ്ഞയച്ചത് എന്ന്? നമുക്ക് ആരോടും യാതൊരു ദേഷ്യവുമില്ല. കാരണം എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ വ്യക്തിപരമായ രാജ്യത്തെ എന്തെങ്കിലും പ്രോബ്ലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇതിലൊന്നും തന്നെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? മലേഷ്യകൾ അടിച്ചൊതുക്കിയാലും വേണ്ട, അവിടെ ബോംബിട്ടാലും വേണ്ട, ഇവിടെ ബോംബിട്ടാലും വേണ്ട, പിന്നെ തമ്മിൽ അടിച്ച് തീർന്നാലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അവരടിക്കുന്നത് അടിക്കണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് നമ്മൾ അടിക്കാൻ ഓടിച്ചാലോ അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? തെറ്റ് 2 കൂട്ടരുടെ കയ്യിലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ കയ്യിൽ ധാരാളം തെറ്റുണ്ടെന്ന്. ഇറാന് ഇത്തരം മിലിഷ്യകളെ രഹസ്യമായിട്ട് വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒരു എന്താ പറയുക ഒരു അജണ്ടയാണ്. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല എന്നുള്ളത്. പിന്നെ അതിസമർത്ഥന്മാരായ ഇസ്രായേലായ കാരണം ഇസ്രായേൽ അതൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ MBS പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇറാൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ വ്യക്തമായ ഒരു രീതിയിൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നില്ല. 2 കൂട്ടരും ഒരു തുല്യമായ ഒരു എന്താ പറയുക ഒരു ചർച്ചയിലൂടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരിക്കും വളരെ നല്ലത് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി വ്യക്തമായൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ലോകരാജ്യങ്ങളുടെ ഒരു അജണ്ട അല്ലെങ്കിൽ വരാൻ പോണ തീരുമാനം എന്നൊക്കെ. കാരണം പെട്ടെന്നൊന്നും ഇതൊന്നും നിർത്തലാക്കാൻ പറ്റില്ല. 2 കൂട്ടരും പറയുന്നതിൻ്റെ ഉള്ളിൽ പല വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിന് പട്ടാളത്തിനെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ പട്ടാളക്കാരെ പറഞ്ഞയച്ചു, നമ്മുടെ കപ്പൽ പറഞ്ഞയച്ചു എന്നൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഒരുപാട് ട്രേഡിംഗ് ഉണ്ട് ഇറാനായിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ മറ്റേ ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെന്താണ് ഇപ്പോൾ നമ്മളെ പച്ചക്കറി മറ്റുള്ള സാധനങ്ങളൊക്കെ വില കൂടാനുള്ള സാധ്യത ഉണ്ട് യുദ്ധം തുടരുകയാണെങ്കിൽ. ഇവിടെ ഒന്നും തന്നെ നമ്മളെ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് ലോക വിപണിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബാഹ്യമായ ഉദ്ദേശം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ പ്രൊഡക്റ്റുകളും നമ്മളെ വിപണിയും അതുപോലെ തന്നെ നമ്മളെ ട്രേഡിങ്ങും നമ്മൾ സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യ 3 പടക്കപ്പലുകൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് എല്ലാവിധ മറ്റേ എന്താ പറയുക പ്രൊട്ടക്ഷനോടും കൂടിയിട്ട് എല്ലാവിധ വെപ്പൺസും അതിലുണ്ടായിരിക്കാമെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പുറം ലോകം എന്താണെന്നറിയില്ല. എന്തായാലും ആ നീക്കം വളരെ നന്നായി എന്നുള്ളത് തന്നെയാണ് ലോക ജനത പിന്നെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും എന്ന എൻ്റെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.